Next question. Show that the expression a into a square plus 2 divided by 3 is an integer for all a greater than or equal to 1. അപ്പോൾ ഒന്നിന് മുകളിൽ ഏത് ഇൻറ്റിജർ എടുത്തിട്ടുണ്ടെങ്കിലും a ഇൻറ്റു a ക്യൂബ് a സ്ക്വയർ പ്ലസ് 2 ഡിവൈഡ് ബൈ 3 എന്തായിരിക്കും, ഒരു ഇൻറ്റിജർ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഡിവിഷൻ അൽഗോരിതം വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. നമുക്കറിയാം ഏത് ഇൻറ്റിജർ എടുത്തിട്ടുണ്ടെങ്കിലും അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡിവിഷൻ അൽഗോരിതം 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ റിമൈൻഡർ എന്തൊക്കെയായിരിക്കും, ദാറ്റ് ഈസ് 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും. 3 വരില്ല. 3 വരുമ്പോൾ വീണ്ടും അത് അതിന്റെ കോഷ്യന്റ് പാർട്ടിലേക്ക് 1 കൗണ്ട് ചെയ്യും. അപ്പോൾ ഏതൊരു നമ്പറിനെയും ഏതൊരു ഇൻറ്റിജറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര പോസിബിൾ റിമൈൻഡേഴ്സ് കിട്ടും, 3 പോസിബിൾ റിമൈൻഡേഴ്സ് കിട്ടും, ദാറ്റ് ഈസ് 0, 1, 2. ഇനി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ 4 പോസിബിൾ റിമൈൻഡേഴ്സ് കിട്ടും, ദാറ്റ് ഈസ് 0, 1, 2, 3. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അവിടെയും 7 പോസിബിൾ റിമൈൻഡേഴ്സ് നമുക്ക് കിട്ടി, 0, 1, 2, 3, 4, 5, 6. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അറിയുന്ന ഒരു റിസൾട്ടാണ്. ബൈ ഡിവിഷൻ അൽഗോരിതം ഏതൊരു നമ്പറിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് n പോസിബിൾ റിമൈൻഡേഴ്സ് കിട്ടും. നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് 0 to n-1 വരെയുള്ള ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആയിരിക്കും, ഇൻക്ലൂഡിങ് n-1 ആൻഡ് 0. ഓക്കെ, ഇനി തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് ഇവിടെ നമ്മൾ എടുക്കുന്ന ഇൻറ്റിജർ എന്നെങ്കിൽ ഏത് ഫോമിലായിരിക്കും, 3 into some k, ഈ ഫോമിലായിരിക്കും. അല്ലെങ്കിൽ ഏത് ഫോമിലായിരിക്കും, a equal to 3 into k plus 1, ഈ ഫോമിലായിരിക്കും. അല്ലെങ്കിൽ 3 into a equal to 3 into k plus 2, ഈ ഫോമിലായിരിക്കും. കാരണം റിമൈൻഡേഴ്സ് ബൈ ഡിവിഷൻ അൽഗോരിതം റിമൈൻഡർ 0, 1, 2 ആണെങ്കിൽ ഇതായിരിക്കും ആ തന്നിട്ടുള്ള നമ്മൾ എടുക്കുന്ന ഇൻറ്റിജേഴ്സിന്റെ ജനറൽ ഫോം. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതിലെ ഓരോന്നും ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് കേസ്, if a equal to 3k, a equal to 3k ആണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് a into a square plus 2 divided by 3. That equal to, എപ്പോഴാണ് ഇത് ഇൻറ്റിജർ ആവുക നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ഇത് ഒരു ഇൻറ്റിജർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇൻറ്റിജർ ആവണമെങ്കിൽ ഡിവൈഡഡ് ബൈ എന്നുള്ളത് ക്യാൻസൽ ചെയ്ത് പോകണം. ക്യാൻസൽ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് a into a square plus 2 എന്തായിരിക്കണം, 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലേ. സം 3 into എന്നുള്ള ടേം 3 നമുക്ക് എന്ത് ചെയ്യണം, ന്യൂമറേറ്റർ വരണം, എന്നാലേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് a into a square plus 2 divided by 3 എന്നുള്ളത് ഒരു ഇൻറ്റിജർ എന്ന് തെളിയിക്കണം. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്റർ കിടക്കുന്ന ഈ ഇൻറ്റിജർ ഒരു 3യുടെ മൾട്ടിപ്പിൾ എന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് കേസ് a equal to 3k. ദെൻ എന്തായി, a equal to 3k, എയുടെ സ്ഥാനത്ത് 3k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 into k into നെക്സ്റ്റ് 3k whole square plus 2 ഡിവൈഡഡ് ബൈ 3. മുകളിൽ 3യുടെ മൾട്ടിപ്പിൾ വന്നു അല്ലേ, ദാറ്റ് ഈസ് 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും, ദാറ്റ് ഈസ് k into 3k whole square plus 2. ഇതെന്താണ്, ഇതൊരു ഇൻറ്റിജർ ആണ്. കാരണം k ഇൻറ്റിജർ ആണെങ്കിൽ ഇതിന്റെ ഈ പ്രൊഡക്റ്റും ഇതിന്റെ എക്സ്പാൻഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ ഈ കേസ് ഇൻറ്റിജർ എന്ന് കിട്ടി. നെക്സ്റ്റ് സെക്കൻഡ് കേസ്, that is second case, if a equal to 3k plus 1. If a equal to 3k plus 1, then a into a square plus 2 divided by 3, that equal to 3k plus 1. Next into 3k plus 1, 3k plus 1
whole square plus 2 divided by 3. That equal to 3k plus 1. Next, this into 3k whole square plus 2 into 3k plus 1 plus 2. That equal to 3k plus 1. Next, 3 square into k square plus 3 into 2 into k plus 3 divided by 3. അല്ലേ, ഇവിടെ മുകളിലും divided by ഉണ്ട്, താഴെയും divided by ഉണ്ട്. That is this divided by 3, divided by 3, also this divided by 3. Next, this equal to 3k plus 1 into ഈ എല്ലാ ടേമിലും 3 കോമൺ ആണ് അല്ലേ, അതുകൊണ്ട് 3 എന്ത് ചെയ്യാം, ഔട്ട്സൈഡ് എടുക്കാം. ബാക്കി 3 into k square plus 2k plus 1 divided by 3. വീണ്ടും നമുക്ക് 3 ക്യാൻസൽ ചെയ്ത് കളയാം. 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പ്രൊഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും, ഒരു ഇൻറ്റിജർ ആയിരിക്കും. ഓക്കെ, therefore സെക്കൻഡ് ഫോമും നമുക്ക് എന്താ കിട്ടി, സെക്കൻഡ് ഫോമും ഇതും ഒരു ഇൻറ്റിജർ ആണ്. ദാറ്റ് ഈസ് a into a equal to 3k plus 1. ഈ ഫോമിലുള്ള ഇൻറ്റിജറും എന്താണ്, a into a square plus 2 divided by 3 ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റിജർ എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് നെക്സ്റ്റ് ഫോം, ദാറ്റ് ഈസ് 3k plus 2. if a equal to 3k plus 2, then എന്താണ്, a into a square plus 2 divided by 3. This equal to 3k plus 2 into next 3k plus 2 whole square plus 2 divided by 3. Therefore this equal to 3k plus 2. Next 9k square, 9k and 3k. Okay, then 3k plus 2 into 3k whole square plus 2 into 2 into 3k, that is 2ab. Next plus b cube, that is 2, that is 4 plus 2, that divided by 3. That equal to 3k plus 2 into ഇവിടെ എല്ലാ ടേമിലും that is 4 plus 2, that's equal to 6 ആണ്. Therefore നമുക്ക് എന്ത് ചെയ്യാം, അവിടെ 3 വീണ്ടും കോമൺ ആയിട്ട് വന്നു. 3 കോമൺ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വീണ്ടും പുറത്തേക്ക് എടുക്കാം. That's equal to 3k square plus 4k plus 2 into 3 എന്ന് എഴുതാം, divided by 3. Again 3 cancel ചെയ്യാം. Therefore this also equal to a integer. Again that is belongs to z. അപ്പോൾ ഇതെല്ലാം ഈ ക്വസ്റ്റ്യനിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഡിവിഷൻ അൽഗോരിതം എന്ന തിയറം ഉപയോഗിച്ചാണ് നമുക്ക് ഇതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, for an arbitrary integer n, integer n, prove that n cube minus n is an even integer. നമുക്കറിയാം ഈവൻ ഇൻറ്റിജർ n ഏത് ഇൻറ്റിജർ ആണെങ്കിലും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് n ക്യൂബ് മൈനസ് n ഒരു ഈവൻ ഇൻറ്റിജർ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. n ഏത് ഇൻറ്റിജറും ആയിക്കോട്ടെ, ദാറ്റ് ഈസ് ഫോർ ആൻ ആർബിട്രറി ഇൻറ്റിജർ n. ദാറ്റ് ഈസ് ഏത് ഇൻറ്റിജർ ആണെങ്കിലും നമുക്ക് രണ്ട് കാറ്റഗറിയിൽ അത് ഉൾപ്പെടുത്താം. ഒന്നെങ്കിൽ എന്തായിരിക്കും, n ഈസ് ഈവൻ, രണ്ടാമത്തത് n ഈസ് ഓഡ്.
ഈ രണ്ട് കേസിൽ ഏതെങ്കിലും ഒരു കേസിലായിരിക്കും നമ്മൾ എടുക്കുന്ന ഇൻഡിജർ. ഓക്കെ, ഏത് ഇൻഡിജറിനും n ക്യൂബ് മൈനസ് n ഈവൻ എന്ന് തെളിയിക്കണമെങ്കിൽ ഈവൻ ഇൻഡിജർ നമ്മൾ ഫസ്റ്റ് തെളിയിക്കാം, ഓഡ് ഇൻഡിജറിന് സെക്കൻഡ് തെളിയിക്കാം. ഓക്കെ, എന്താണ് ഈവൻ ഇൻഡിജറിന്റെ ജനറൽ ഫോം? n ഈക്വൽ ടു 2 ടൈംസ് സം ഇൻഡിജർ m. ദാറ്റ് ഈസ് n എന്ന ഇൻഡിജർ ഈവൻ ആണെങ്കിൽ അത് 2 ഇൻറ്റു m എന്ന ഫോമിലായിരിക്കും. നെക്സ്റ്റ് ഓഡ് ആണെങ്കിലോ ദാറ്റ് ഈസ് 2 ഇൻറ്റു m പ്ലസ് 1 എന്ന ഫോമിലായിരിക്കും. ദാറ്റ് ഈസ് ഈവൻ ആൻഡ് ഓഡ്. Therefore ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് n ക്യൂബ് മൈനസ് n ഈവൻ, ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഒന്നാമത്തെ കേസ് n ഈവൻ ആണെങ്കിൽ n ക്യൂബ് മൈനസ് n ദിസ് ഈക്വൽ ടു 2m ഹോൾ ക്യൂബ് മൈനസ് 2m. ദാറ്റ് ഈസ് 2 ക്യൂബ് m ക്യൂബ് മൈനസ് 2m. Therefore 2 ഇൻറ്റു 2 സ്ക്വയർ m ക്യൂബ് മൈനസ് m. ഇതൊരു ഇൻഡിജറാണ് അല്ലേ? Therefore ഇതിനെ എഴുതാം 2 ഇൻറ്റു m ഡാഷ് എന്ന് എഴുതാം. 2 ഇൻറ്റു m ഡാഷ് എപ്പോഴും എന്തായിരിക്കും? 2 ഇൻറ്റു നമ്മൾ എടുക്കുന്ന ഇൻഡിജർ, നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഡിജർ 2യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് ഈവൻ ഇൻഡിജർ ആയിരിക്കും. Therefore n ഈക്വൽ ടു ഈവൻ ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റഡ് ആയി. ഓക്കെ, ഇനി n ഈക്വൽ ടു ദാറ്റ് ഈസ് നമ്മൾ എടുക്കുന്ന ഇൻഡിജർ ഓഡ് ഇൻഡിജർ ആണെങ്കിൽ ദാറ്റ് ഈസ് n ഈക്വൽ ടു 2m മൈനസ് 1 അല്ലെങ്കിൽ 2m പ്ലസ് 1 ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് n ക്യൂബ് മൈനസ് n ദിസ് ഈക്വൽ ടു 2m പ്ലസ് 1 ഹോൾ ക്യൂബ് മൈനസ് 2m പ്ലസ് 1. ദിസ് ഈക്വൽ ടു എന്ത് വരും? ദിസ് ഈക്വൽ ടു 2m ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 2m ഹോൾ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2m പ്ലസ് 1 മൈനസ് 2m മൈനസ് 1. ഓക്കെ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. പ്ലസ് 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള എല്ലാ ടേമിലും 2 ഉണ്ട് അല്ലേ? ഈ ടേമിൽ 2 ഉണ്ട്, ഈ ടേമിൽ 2 ഉണ്ട്, ഇതിലും 2 ഉണ്ട്, ഇതിലും 2 ഉണ്ട്. ഇതിനെന്താ നമുക്ക് എന്ത് ചെയ്യാം? 2 ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു സംതിങ് ആയിരിക്കും, സം m ഡാഷ്. ഓക്കെ, therefore this also even. അപ്പോൾ n ഏത് നമ്പർ ആയിക്കോട്ടെ, ഇൻഡിജർ ആയിക്കോട്ടെ, സോറി ഈവൻ ഇൻഡിജർ ആയിക്കോട്ടെ, ഓഡ് ഇൻഡിജർ ആയിക്കോട്ടെ, എപ്പോഴും n ക്യൂബ് മൈനസ് n എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.